ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മലയാളത്തിലെ രണ്ടാമത്തെ പാഠം പഠിക്കാം. പൂവ് ചിരിച്ചു. എങ്ങനെയാണ് വായിക്കൽ? പൂവ് ചിരിച്ചു. അപ്പോൾ പൂവ് ചിരിച്ചു എന്ന ഈ പാഠത്തിൽ എന്തെല്ലാം പറയുന്നത് നമുക്ക് നോക്കാം. മഴ മാറി സൂര്യൻ ഉദിച്ചു. അങ്ങനെ പൂ വിരിഞ്ഞു. പൂ വിരിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിക്കുരുവി ആ പൂവിൽ തേൻ കുടിക്കാൻ വന്നു. അപ്പോൾ ചെടി കുരുവിയോട് പറയുകയാണ്, കുരുവി കുരുവി വാ കുരുവി. അപ്പോൾ നമുക്കവിടെ ഒരു വരിയിൽ എന്ത് ചേർക്കാം? കുരുവി കുരുവി വാ കുരുവി. അപ്പോൾ കൂട്ടുകാർ ആ കുത്തിട്ട സ്ഥലത്ത് എന്തെഴുതണം? കുരുവി എന്നെഴുതുക. അങ്ങനെ ഈ കുരുവിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വരികൾ നമുക്ക് നോക്കാം. കുരുവി എങ്ങനെ വന്നത്? പറന്നു വന്നു. ഇനി കുരുവി പാറി വന്നു. എന്നിട്ടോ ചിരിച്ചു നിന്നു. പറന്നു വന്നു, കുരുവി പാറി വന്നു, ചിരിച്ചു നിന്നു. ഇനി പൂവ് ഡാഷ് നിന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഇവിടെ ചേർക്കാം. ടീച്ചർ കുറച്ച് വരികൾ പറഞ്ഞു തരാം. കൂട്ടുകാർ ഇഷ്ടമുള്ള വരികൾ എഴുതാം. അപ്പം നമുക്കിവിടെ ഇതിന് യോജിച്ച കുറച്ച് വരികൾ എഴുതി നോക്കാം. എങ്ങനെയായിരുന്നു നമ്മളെ പാട്ട്? പറന്നു വന്നു, കുരുവി പാറി വന്നു, ചിരിച്ചു നിന്നു. പൂവ് വിരിഞ്ഞു നിന്നു. കിളികൾ പാറി വന്നു. അങ്ങനെയും ചേർക്കാം. അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള വരികൾ ചേർക്കാം. എങ്ങനെയൊക്കെ എഴുതാം? പൂവ് വിരിഞ്ഞു നിന്നു, കിളികൾ പാറി വന്നു, നമ്മൾ ചിരിച്ചു നിന്നു. ഒന്നും കൂടി പറയാം. പൂവ് വിരിഞ്ഞു നിന്നു, കിളികൾ പാറി വന്നു, നമ്മൾ ചിരിച്ചു നിന്നു. അപ്പോൾ ഇതെല്ലാം ഒരു താറാവ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ താറാവ് ഈ കുരുവി പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് കണ്ടിട്ട് താറാവ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ താറാവ് പറയുകയാണ്, അതാ. എന്താ ചെയ്യുന്നത്? അതാ. അപ്പോൾ താറാവ് പറയുകയാണ്, അതാ അവിടെ ചെടിയിൽ നിന്ന് കുരുവി തേൻ കുടിക്കുന്നത് കാണുകയാണ്. അപ്പോൾ നിങ്ങൾ ആ വിട്ട ഭാഗത്ത് നിങ്ങൾ അതിന് അനുയോജ്യമായ വരി ചേർക്കാം. എങ്ങനെയാ നമുക്ക് ചേർത്ത് നോക്കാം? അതാ കുരുവി തേൻ കുടിക്കുന്നു, എനിക്കും വേണം കുറച്ചു തേൻ. എന്താ പറയുന്നത്? അതാ കുരുവി തേൻ കുടിക്കുന്നു, എനിക്കും വേണം കുറച്ച് തേൻ. അങ്ങനെ താറാവും തേൻ കുടിക്കാൻ പോവുകയാണ്. ഇനി കൂട്ടുകാർ അടുത്ത പേജിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ചെടികൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ നൽകി ഈ ചിത്രം നല്ല ഭംഗിയാക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.